ഹായ് ഫ്രണ്ട്സ്, ഏതൊരു ടോപ്പിക് എടുത്താലും ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. അപ്പോൾ ടൈം ആൻഡ് വർക്കിൻ്റെ ടൈപ്പ് 1 ക്വസ്റ്റ്യൻ നമുക്കിത് നോക്കാം. ഞാൻ പറയുന്നത് പോലെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ 10 സെക്കൻഡിനുള്ളിൽ നമുക്ക് ആൻസറിലോട്ട് നമുക്ക് എത്താനായിട്ട് പറ്റും. ഈ ടൈം ആൻഡ് വർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്നത് LCM ബേസ്ഡ് ആണ്. LCM ബേസ്ഡ്. ഈ LCM എങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ട്, അപ്പോൾ LCMൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഈ ടൈം ആൻഡ് വർക്കിലുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അതായത് ഇപ്പോൾ A ഒരു വർക്ക് ചെയ്തു, B ഒരു വർക്ക് ചെയ്തു, C ഒരു വർക്ക് ചെയ്തു. അപ്പോൾ ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. ഒന്നുകിൽ A B മാത്രം കാണും, അല്ലെങ്കിൽ സിയും കൂടെ കാണും. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് A ഒരു ദിവസം ചെയ്ത വർക്ക്, B ഒരു ദിവസം ചെയ്ത വർക്ക്, അതുപോലെ C ഒരു ദിവസം ചെയ്ത വർക്ക്. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യനിൽ വരുന്നത്. ഇനി ഇതിൻ്റെയൊക്കെ ടോട്ടൽ വർക്ക് കാണണം. പിന്നെ അതിനുശേഷം ഈ ടോട്ടൽ വർക്ക് ഫുള്ള് ചെയ്യാൻ A എത്ര ദിവസം എടുക്കും, B എത്ര ദിവസം എടുക്കും, C എത്ര ദിവസം എടുക്കും. പിന്നെ Aയും Bയും കൂടെ ഈ ടോട്ടൽ വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും, Aയും Cയും കൂടെ ആണെങ്കിൽ ഈ ടോട്ടൽ വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും, Cയും Bയും കൂടെ ആണെങ്കിൽ ടോട്ടൽ വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആൻസറിലോട്ട് പെട്ടെന്ന് നമുക്ക് എങ്ങനെ എത്താം എന്നാണ് നമ്മളത് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് എടുക്കാം. A ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 5 ആണ്. A ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 5 ആണ്. B ഒരു ദിവസം ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് 15 ആണ്. 15. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ തരുന്നതെന്ന് വെച്ചു. അപ്പോൾ ഇതിന്റെ ടോട്ടൽ വർക്ക് കാണാനാണ് ക്വസ്റ്റ്യൻ എങ്കിൽ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് ഇതിന്റെ LCM ആണ്. അതായത് 5ന്റെയും 15ന്റെയും. അപ്പോൾ 5ന്റെയും 15ന്റെയും LCM പെട്ടെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ എൻ്റെ LCMന്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 15 ആണ്. അതായത് 5 15ൽ പോകും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് 15 ആണ്. അപ്പോൾ ഈ 15 വെച്ച് നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കൂടെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് അപ്പോൾ 15 ആണ് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്, 15. ഇനി ഇതിൽ നിന്ന് ചോദിക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ടോട്ടൽ വർക്ക് 15 എടുക്കുമ്പം A ആ ടോട്ടൽ വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും എന്നതാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. A ടോട്ടൽ വർക്ക് ചെയ്യാൻ എത്ര ദിവസം എടുക്കും. അതായത് A = 15/5 3 കിട്ടും, 3. അതുപോലെ B എത്ര ദിവസം കൊണ്ട് 15 വർക്ക് ചെയ്ത് തീർക്കും. അപ്പോൾ 15/15 = 1. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ ആണ് ഇതിനകത്ത് വരുന്നത്. അതായത് ടൈപ്പ് 1 ക്വസ്റ്റ്യനകത്ത് ഇത്രയാണ് വരുന്നത്. ഇപ്പോൾ ഇതിന്റെ കൂടെ തന്നെ ഇപ്പോൾ ഈ Aയുടെയും Bയുടെയും കൂടെ തന്നെ ഇപ്പോൾ C എന്ന് പറയുന്ന ഒരു ആളും കൂടെ വരുമ്പോഴത്തേക്ക് C ഇപ്പം ഒരു ദിവസം ഒരു 10 ജോലിയാണ് ചെയ്യുന്നതെന്ന് വെച്ചോ. C ഒരു ദിവസം 10 ജോലിയാണ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ഇതിന്റെ LCM എത്ര വരും? അതായത് 5, 15, 10. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് 15 ആണ്. LCM കണ്ടുപിടിക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ 5ൽ പോകും, 10ൽ പോകത്തില്ല. അപ്പോൾ 15ന്റെ ഇരട്ടി എടുക്കണം, 30 എടുക്കുമ്പോഴത്തേക്ക് 10 30ൽ പോകും. അപ്പോൾ 30 ആണ് ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. 30 ആണ് ടോട്ടൽ വർക്ക് LCM. പിന്നെ അത് വെച്ചിട്ട് നമുക്ക് ഇത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ടോട്ടൽ വർക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാനിത് കാണിച്ചു തരാം. അതായത് A 5, B 15, C 10. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ LCM എന്ന് പറയുന്നത് 30 ആണ്. അപ്പോൾ 30 ടോട്ടൽ വർക്ക്, ഈ 30 ടോട്ടൽ വർക്ക് A ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ദിവസം എടുക്കും? 30/5 6 ഡേയ്സ് ആണ്, 6 ഡേയ്സ്. അതുപോലെ B 30/15 അതായത് 2 ഡേയ്സ്. C വരുമ്പോൾ 30/10 അതായത്
3 days. അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ച് നമുക്ക് പെട്ടെന്ന് നമുക്ക് ആൻസറിലോട്ട് നമുക്ക് ഈസി ആയിട്ട് എത്താൻ പറ്റും, വെറും 10 സെക്കൻഡിൽ. അപ്പോൾ ഇതുപോലെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ 10 സെക്കൻഡ് നമുക്ക് ആൻസറിലോട്ട് നമുക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടെ ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ 10 സെക്കൻഡിനുള്ളിൽ തന്നെ ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ട് കമന്റ് ബോക്സിൽ ആൻസർ ആഡ് ചെയ്യുക. എ ഒരു ജോലി 6 ദിവസം കൊണ്ട് ചെയ്യുന്നു, ബി ഒരു ജോലി 9 ദിവസം കൊണ്ട് ചെയ്യുന്നു, സി ഒരു ജോലി 30 ദിവസം കൊണ്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ വർക്ക് എത്ര? എ ഫുള്ളായിട്ട് ആ ജോലി തീർക്കാനായിട്ട് എത്ര സമയം എടുക്കും? ബി എത്ര എടുക്കും? സി എത്ര എടുക്കും? അതായത് ടോട്ടൽ വർക്ക് എ ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കാനും, ടോട്ടൽ വർക്ക് ബി ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കാനും, ടോട്ടൽ വർക്ക് സി ഒറ്റയ്ക്ക് ചെയ്ത് തീർക്കാനും എത്ര സമയം എടുക്കും എന്നുള്ളതും കൂടെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ആൻസർ ആയിട്ട് ഇടുക.